അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. മതി, കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ആ ഭാഗത്ത് ഇസ്രായേൽ ജനം മിസ്രയീമിനകത്തുനിന്ന് വിടുവിക്കപ്പെട്ട് പുറത്തു വന്ന് മുൻപോട്ട് നമ്മുടെ കനാൻ ദേശത്തേക്കുള്ള യാത്രയുടെ ആരംഭഘട്ടത്തിൽ നിൽക്കുന്നതാണ് നമ്മളവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. കനാൻ ദേശത്തേക്കുള്ള അവരുടെ യാത്രയുടെ ആരംഭ സമയമാണ്. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഏകദേശം 3 ദിവസത്തോളം, നമുക്കറിയാം 15-ാമത്തെ അധ്യായത്തിൽ 14, 15 അധ്യായങ്ങളൊക്കെ അവരൊരു വലിയ ദൈവപ്രവൃത്തിയും കണ്ടിട്ട് വരികയാണ്. ഹല്ലേലൂയ. എന്താണ്? മിസ്രയീമിനകത്തുനിന്ന് പുറത്തു വന്നു. അവരെ പിന്തുടർന്ന് വരുന്ന മിസ്രയീമ്യർ ചെങ്കടലിൽ മുങ്ങിപ്പോകുന്നത് കണ്ടിട്ട് അത്ഭുതകരമായി ചെങ്കടലിനെ വിഭാഗിച്ച് ദൈവജനത്തിന് വഴി കൊടുത്ത് ഹല്ലേലൂയ അതിലൂടെ ഇവർ കടന്നുപോയി. വചനം പറയുന്നു, ഇവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നാലെ വന്ന മിസ്രയീമ്യരെ ദൈവം ഹല്ലേലൂയ ചെങ്കടലിനകത്ത് മുക്കിക്കളഞ്ഞപ്പോ ഹല്ലേലൂയ അത് കണ്ട് അങ്ങനെ അതൊരു അത്ഭുതമായിരുന്നു അവർക്ക്. ഒരു നല്ല പാട്ടും ആരാധനയൊക്കെ കഴിഞ്ഞ് ഇവർ മുൻപിലോട്ട് കടന്നു വരികയാണ്. നമ്മൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഭാഗത്ത് അവർ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്ത് ശൂർ എന്ന് പറയപ്പെടുന്ന മരുഭൂമിയിലേക്ക് അവരെത്തുക. ഈ മരുഭൂമിയിൽ വരുമ്പോൾ വചനം പറയുന്നത് 3 ദിവസം ഇസ്രായേൽ ജനത്തിന് കുടിപ്പാൻ വെള്ളം കിട്ടിയില്ല. ഹല്ലേലൂയ. എന്തുപറ്റി? 3 ദിവസം ഇസ്രായേൽ ജനത്തിന് കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. 3 ദിവസം ഇവർ ഇസ്രായേൽ ജനം വെള്ളമില്ലാതെ ഭാരത്തോടെ നടക്കുക. പക്ഷേ ആ തുടക്ക ഭാഗത്തെങ്ങും അവർ പിറുപിറുത്തതായിട്ടോ വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു സങ്കടം പറഞ്ഞതായിട്ടോ ആ ഭാഗത്ത് കാണുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കാണുന്നേ 3 ദിവസം വെള്ളം കിട്ടാതെ നടന്നപ്പോഴും ഇവർക്ക് പരാതിയില്ലായിരുന്നു. കാരണം ഒന്ന്, ഹല്ലേലൂയ, ഇവരെ പുറത്തു കൊണ്ടുവന്ന ദൈവം ഇവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ കണ്ടിട്ട് ഞാനിങ്ങനെ പറയാം, അവരുടെ ദാഹം പോലും ഇല്ലാണ്ടായി. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുണ്ടെന്നും ദൈവം ശക്തിയോടെ, ദൈവം തൃപ്തിയോടെ ഞങ്ങൾ നടത്തുവാൻ ശക്തനെന്നും ഉറച്ച് വിശ്വസിച്ച് അങ്ങനെ 3 ദിവസം വെള്ളം കിട്ടിയില്ലേലും അവരുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം ദാഹിച്ചു വലഞ്ഞപ്പോ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. വചനം പറയുന്നു, അവിടെ വെള്ളം അവർ കണ്ടു. ഓടിച്ചെന്ന് ആർത്തിയോടെ വെള്ളം കുടിക്കുമ്പോൾ അവരുടെ ജീവിതം അവർ മനസ്സിലാക്കിയ ഒരു കാര്യം ഇങ്ങനെയുണ്ട്: വെള്ളമുണ്ട് ശരിയാ, പക്ഷെ ഈ വെള്ളം കയ്പാണ്. ഹല്ലേലൂയ. കയ്പെന്ന് വെച്ചാൽ ഹല്ലേലൂയ, നമുക്കറിയാലോ കയ്പിന്റെ ടേസ്റ്റ് അറിയാലോ, കുടിക്കാനൊക്കത്തില്ല. സാധാരണ കയ്പായിരുന്നെങ്കിൽ അത്രയും ദാഹിച്ചിരുന്ന ജനം അത് കുടിക്കുമായിരുന്നു. പക്ഷെ അവർക്ക് എന്തു പറയാ, അതിനെ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ആ വെള്ളം കയ്പായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് അവർ ചെയ്തത്, അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ പിറുപിറുക്കാൻ തുടങ്ങി. ദൈവം നോക്കി, 3 ദിവസം വെള്ളം കൊടുക്കാതിരുന്നിട്ട് അത്ഭുതം കണ്ടവര്, അടയാളം കണ്ടവര് 3 ദിവസം വെള്ളം കണ്ടിട്ട് ഇവർക്ക് പിറുപിറുപ്പില്ല. ഹല്ലേലൂയ. പക്ഷെ 3-ാമത്തെ ദിവസം കിട്ടിയ വെള്ളത്തിനകത്തൊരല്പം കയ്പായപ്പോ അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം: നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോ, ഹല്ലേലൂയ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്നുള്ള നടത്തമാണ്. ആമേൻ. ഒരിക്കലും മനുഷ്യനോട് ചേർന്നല്ല, ചർച്ചിനോട് ചേർന്നല്ല, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവത്തെയാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, ഈ കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ ചില വിഷയങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നെന്ന് വരാം. ഹല്ലേലൂയ. വചനം പറയുന്നത്, ദൈവം ഇസ്രായേൽ ജനത്തെ ആദ്യമായി പരീക്ഷിക്കുകയായിരുന്നു അവിടെ വെച്ച്. ദൈവം ഇങ്ങനെ ഇസ്രായേൽ മക്കളെ പരീക്ഷിച്ചു എന്ന് പറയുന്നേ. പരീക്ഷയുടെ ഫസ്റ്റ് ഫേസ് അവർ ജയിച്ചു. കാരണം എന്താ? 3 ദിവസം വെള്ളം കിട്ടിയില്ല, അവരൊന്നും മിണ്ടിയില്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ നടക്കാൻ തുടങ്ങി, ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. മുൻപിലും പിറകിലും അഗ്നി തൂണും മേഘസ്തംഭം ഒക്കെ കൊണ്ട് പകലും രാത്രിയുമായി ഇവരെ നടത്തുമ്പോ അവർ സന്തോഷവാന്മാരായിരുന്നു. 3 ദിവസം വെള്ളം കിട്ടിയില്ലേലും അവരത് അഡ്ജസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. പക്ഷെ 3-ാമത്തെ ദിവസം ലഭിച്ച വെള്ളം കയ്പായി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി?
പിറുപിറുക്കാൻ തുടങ്ങി. ഞാനും നിങ്ങളുമൊക്കെ അവന് ക്രിസ്തീയ ജീവിതത്തിനകത്തായിരിക്കുമ്പോൾ കർത്താവിനോട് കൂടെ നടക്കുകയാണ്. ഹല്ലേലൂയ. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിത്യതയിലെത്തണം. അതേപോലെ തന്നെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് നടത്തിയ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന തിരിച്ചറിവിൽ നിന്നാ നമ്മൾ ആരാധിക്കുകയും നമ്മൾ നടക്കുകയും ചെയ്യുന്നേ. ഹല്ലേലൂയ. എത്ര പേരുണ്ട് എന്നെ കൂടെ? ഹല്ലേലൂയ. ആമേൻ. പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പക്ഷെ വീണു പോകാതെ നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ ചിന്തയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നേ? നമ്മൾ ദൈവസന്നിധിയിൽ നടക്കാൻ തുടങ്ങുന്നേ. പക്ഷെ ഇടയിൽ വരുന്ന ചില വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. നന്മ വരും, പക്ഷേ കയ്പ. സന്തോഷമുണ്ട്, പക്ഷേ കയ്പ. ആമേൻ. വിവാഹം കഴിഞ്ഞ് ജീവിത പങ്കാളിയുണ്ട്, പക്ഷെ സന്തോഷിക്കാൻ പറ്റുന്നില്ല, അല്ലെ പക്ഷെ സമാധാനപ്പെടാൻ പറ്റുന്നില്ല. ആമൻ. നല്ലൊരു കുടുംബമൊക്കെ കിട്ടി, പക്ഷെ എന്തൊക്കെയോ ആമൻ ഏതൊക്കെയോ മണ്ഡലങ്ങൾക്കകത്ത് ആമൻ ഹല്ലേലൂയ നന്മകൾ അടഞ്ഞു കിടക്കുന്നത് പോലെ, അനുഗ്രഹങ്ങൾ അടഞ്ഞു കിടക്കുന്നത് പോലെ, സന്തോഷിപ്പാൻ കഴിയാത്തത് പോലെ ആമൻ ആയിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം. നമ്മുടെ ജീവിതത്തിനകത്ത് നടപ്പ് കർത്താവിനോട് കൂടെയാണെങ്കിൽ ഇടയിൽ വരുന്ന കയ്പിനെ മാറ്റുവാൻ ആമൻ നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തിക്ക് കഴിയും. ഹല്ലേലൂയ. ഇടയിൽ വന്നു വീഴുന്ന ചില കയ്പിന്റെ അനുഭവങ്ങളുണ്ട്. ആമൻ. ചില സഹോദരങ്ങൾ പറയും, അയ്യോ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്ത് 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 ആമൻ വെയിറ്റ് ചെയ്ത് ആമൻ താമസിച്ച ഒരു വിവാഹം നടന്നത്, സന്തോഷമെന്ന് വിചാരിച്ചു വിവാഹത്തിലേക്ക് കടന്നു, പക്ഷെ ലഭിച്ച ജീവിത പങ്കാളി അത്ര പോരാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒത്തിരി വിഷമങ്ങൾ, ഇച്ചിരി പ്രയാസങ്ങൾ, ഇത്തിരി കണ്ണുനീരിന്റെ അനുഭവം. ആമൻ. വെള്ളം കിട്ടിയില്ലേ? കിട്ടി, പക്ഷെ എന്താ സംഭവം? കയ്പായി പോയി. ഹല്ലേലൂയ. ആമൻ. അനുഗ്രഹം വന്നില്ലേ? വന്നു. കടബാധ്യതയായിരുന്നു, ആമൻ. ഇച്ചിരി ആശ്വാസം വന്നു, ഒന്ന് കുറഞ്ഞ ഒന്ന് സമാധാനമായോ മറ്റൊരു വിഷയം വന്നു, സാമ്പത്തിക വിഷയമുണ്ടായിരുന്നു. ഒരു നന്മ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കയ്യിലേക്ക് കിട്ടി, പക്ഷെ കയ്യിൽ നന്മ വന്നപ്പോ അത് പലവിധത്തിൽ ചിതറിപ്പോയി. ഹല്ലേലൂയ. ചോദിച്ചാട്ടെ, ആമൻ നന്മ വന്നില്ലേ? നിങ്ങൾ പറയും വന്നു സിസ്റ്ററെ, അനുഗ്രഹം കയ്യിൽ വന്നു, പക്ഷേ അത് പ്രയോജനപ്പെട്ടില്ല. നന്മ കയ്യിൽ വന്നു, പക്ഷേ അത് പ്രയോജനപ്പെട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് ആമൻ ചിലത് ആമൻ കയ്യിൽ വരുമ്പോ അത് നന്മയായി അനുഭവിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ആമൻ കർത്താവേ ആമൻ നൽകിയ അവസരത്തിന്, നൽകിയ നന്മയ്ക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ദൈവം അതിനെ നന്മയ്ക്കാക്കി തീർക്കുവാൻ വിശ്വസ്തൻ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിറുപിറുക്കല്ലേ? പറയണം, കർത്താവേ വന്നത് ചില പ്രതിസന്ധികൾ, അവൻ നന്മയാന്ന് വിചാരിച്ചത്, പക്ഷെ വന്നത് ചില പ്രതിസന്ധികൾ, പക്ഷെ എനിക്കൊന്നറിയാം, സകലത്തെയും നന്മയ്ക്കാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി എനിക്ക് വേണ്ടിയുണ്ട്. എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നുകൾ ഞാൻ അനുഭവിക്കുന്ന കയ്പുകളെ, ഇന്നുകൾ ഞാൻ അനുഭവിക്കുന്ന മാറായെ മധുരമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. തലമുറ ഇല്ലാത്തവർക്ക് എന്താ ദുഃഖം? തലമുറ ഇല്ലെന്നാ ദുഃഖം. തലമുറ കിട്ടിയവരാണെങ്കിലോ തല തിരിഞ്ഞു പോയെന്നാ ദുഃഖം. ഹല്ലേലൂയ. ആമേൻ. മക്കളില്ലാത്തവരെന്ത് പറയും? ഒരു കുഞ്ഞ് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. മക്കളുള്ളവരെന്ത് പറയും? ഇങ്ങനൊരു മോൻ ഇല്ലാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയും. ഹല്ലേലൂയ. നിങ്ങൾ വെറുതെ അല്ല പറയുന്നേ, പ്രാർത്ഥിക്കാൻ വിഷയം പറയുമ്പോൾ അമ്മമാരും അപ്പന്മാരും പറയുന്ന വിഷയങ്ങളാ. ഹല്ലേലൂയ. അവൻ ആഗ്രഹിച്ചതുപോലെ വരുന്നില്ല. അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കിടക്കുന്നു, സമാധാനം തരുന്നില്ല, തോന്നിയതുപോലെ നടക്കുക, പിടിച്ചിട്ട് വരുന്നില്ല. അവൻ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾക്കൊക്കെ തകർപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു മോൻ ഇല്ലാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്താ കാര്യം? നന്മയില്ലേ? ഉണ്ട്, പക്ഷെ എന്താ സംഭവം? കയ്പ. ഹല്ലേലൂയ. കയ്പ. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് കയ്പ് വരുമ്പോൾ മധുരമാക്കി തീർക്കുന്ന ഒരു വൃക്ഷം നമുക്ക് വേണ്ടി ഉണ്ടെന്ന് മറന്നു പോകല്ലേ. ഹല്ലേലൂയ. മധുരമാക്കി തീർക്കുന്ന ഒരു വൃക്ഷം നമുക്ക് വേണ്ടി ഉണ്ടെന്ന് മറന്നു പോകരുതേ. വൃക്ഷം നിൽപ്പുണ്ട്, അതിനെ നിങ്ങൾ വെട്ടണം, അതിൽ നിന്നൊരു കൊമ്പെടുത്ത് ആ വെള്ളത്തിനകത്തേക്ക് ഇടണം, അപ്പോഴാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നേ. അല്ലെ, വൃക്ഷം നിൽപ്പുണ്ട്, അതിനെ നമ്മൾ വെട്ടിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അതിനെ സമീപിക്കണം, അതിനകത്ത് നമുക്ക് വേണ്ടുന്നത് എന്താണോ അവൻ അതിനെ നമ്മൾ വാങ്ങിയേ മതിയാകത്തുള്ളൂ, അതിനെ എടുത്തേ മതിയാകത്തുള്ളൂ. അതിനെ വെട്ടാൻ തയ്യാറാണെങ്കിൽ വിശ്വാസത്തോടെ അതിനെ സമീപിച്ച് അതിൽ നമുക്ക് വേണ്ടിയത് എന്താണോ പ്രാർത്ഥന എന്ന ആയുധം കൊണ്ട് അതിനകത്തുനിന്ന് ദൈവപ്രവൃത്തി വെട്ടിയെടുത്ത് നമ്മുടെ കയ്പിന്റെ മണ്ഡലങ്ങൾക്കകത്തിടുവാൻ ഞാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ അവൻ കയ്പെന്ന് പറഞ്ഞതിനെ മധുരമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക.
കർത്താവ് വരുമാനത്തിന്റെ അവൻ മണ്ഡലമുണ്ട്, പക്ഷെ അധ്വാനിക്കുന്നതെല്ലാം ചിതറിപ്പോകുന്നു. അവൻ ഒരു വഴിയുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല. ഹല്ലേലൂയ. ബിസിനസ് ഉണ്ട്, പക്ഷെ നന്മയായത് വെളിപ്പെടുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ മാറായ മധുരമാക്കുവാൻ കഴിവുള്ളവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്ന് പകൽക്കാലം വെളിപ്പെടുക. അതേ ഒരു വൃക്ഷമുണ്ട്. ഇന്ന് പകൽക്കാലം ആ വൃക്ഷത്തെ സമീപിക്കുവാൻ, അതിൽ നിന്ന് ഒരു കൊമ്പ് വെട്ടി നിന്റെ വിഷയത്തിന് അകത്തോട്ട് നീടുവാൻ നീ തയ്യാറാണോ? ചില മാറായ മധുരമാക്കുവാൻ സ്വർഗം നമുക്ക് വേണ്ടി ചലിക്കാൻ പോവുക. നമ്മൾ പലപ്പോഴും കാണും കൈപ്പുള്ള വെള്ളത്തെയും കാണും, വൃക്ഷത്തെയും കാണും. രണ്ടിനെയും രണ്ടിടത്ത് വിട്ടിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് പിറുപിറുക്കുക. ഇന്ന് പകൽക്കാലം മാറായ മധുരമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. ഒരു ശബ്ദം ഇന്ന് പകൽക്കാലം അവൻ നമുക്ക് വേണ്ടി ചലിക്കാൻ പോവുക. അല്ലയോ മോശേ, അല്ലയോ ദൈവപൈതലേ, നിനക്ക് വേണ്ടി അവൻ ഒരു വൃക്ഷമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു വൃക്ഷമുണ്ട്. ഹല്ലേലൂയ. ഒരു വൃക്ഷമുണ്ട്. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുവനുണ്ട്. ഹല്ലേലൂയ. മാറായ മധുരമാക്കി തീർക്കുവാൻ കഴിവുള്ളവൻ. ജീവിതത്തിനകത്ത് കയ്പ് കൊണ്ട് ഹൃദയത്തിനകത്തൊന്ന് സമാധാനിപ്പാൻ കഴിയാതെ, സന്തോഷിപ്പാൻ കഴിയാതെ നോക്കുമ്പോൾ നന്മയില്ലേ ഉണ്ട്, മക്കളില്ലേ ഉണ്ട്, അവൻ കുടുംബമായില്ലേ കുടുംബമായി, അവൻ പക്ഷെ പല വിഷയങ്ങൾക്കകത്ത് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാനുള്ളത്, നമ്മുടെ കയ്പ് തീർക്കുവാൻ, കയ്പ് മാറ്റുവാൻ, മധുരമാക്കി തീർക്കുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പേ ഏത് മേഖലയ്ക്കകത്ത കയ്പ്? ഒറ്റപ്പെട്ടു പോയോ? കിട്ടിയ നന്മ ഹല്ലേലൂയ നഷ്ടമായി പോയോ? അവൻ നവോമിക്ക് പറയാനൊന്നുണ്ട്. എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ കുടുംബം ഒരു കംപ്ലീറ്റ് ഫാമിലി ആയിരുന്നു. ഭർത്താവ് ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, മരുമക്കൾ വന്നു, കംപ്ലീറ്റ് ഫാമിലി ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ? ആ കാലത്തിൽ ഭർത്താവിനെയും മക്കളെയും ഹല്ലേലൂയ നഷ്ടമായി. ഇന്ന് പറയാനുണ്ട്, ഉണ്ടായിരുന്ന നന്മ നഷ്ടമായി പോയി. ഹല്ലേലൂയ. ഉണ്ടായിരുന്ന നന്മ നഷ്ടമായി പോയി. എൻ്റെ ജീവിതം കയ്പ. മാറായി നിൽക്കുന്ന ജനത്തോട് ചോദിച്ചേ, വെള്ളമുണ്ട് പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ദാഹം ഇല്ലാഞ്ഞിട്ടല്ലെന്നേ, പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ഇതുപോലെ മാറായുടെ ഏത് മണ്ഡലത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, ചിലർ പറയും ഭർത്താവുണ്ട് സ്നേഹിക്കുന്നില്ല, എനിക്ക് ലഭിക്കേണ്ടുന്ന കരുതൽ ലഭിക്കുന്നില്ല, ഭാര്യയുണ്ട് അവൻ ചേർന്ന് വരുന്നില്ല, കുടുംബമുണ്ട് ഐക്യതപ്പെട്ടു പോകാൻ കഴിയുന്നില്ല, ഒരുമനപ്പെടാൻ കഴിയുന്നില്ല, 4 പേരുണ്ടെങ്കിൽ 4 പേര് 4 റൂമിൽ. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യം വരെ, പക്ഷെ ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞതാ, അവരുടെ വീട്ടിനകത്ത് ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ. 2-3 പേർക്കും ജോലിയുണ്ട്, ഒരു മോളുണ്ട്, 3 പേർക്കും ജോലിയുണ്ട്. പക്ഷേ ഹല്ലേലൂയ പ്രശ്നം, വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് 3 പേര് 3 റൂമിൽ. വീട്ടിൽ റൂം കൂടിയാലും പ്രശ്നമാണ്. ഹല്ലേലൂയ. 3 പേര് 3 റൂമില്ല. ഐക്യതയായിട്ട് വരാൻ പറ്റുന്നില്ല. സന്തോഷമില്ലാത്തോണ്ടാണോ? അനുഗ്രഹം ഇല്ലാത്തോണ്ടാണോ? അനുഗ്രഹം ഉണ്ട്, പക്ഷെ എന്താ സംഭവം? ജീവിതം കയ്പായി മാറുക. ഇന്ന് പകൽക്കാലം ആ കയ്പിന്റെ നടുവിലേക്ക് യേശുവാകുന്ന വൃക്ഷത്തെ ഹല്ലേലൂയ അതിനകത്തോട്ടൊന്ന് കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ ഹല്ലേലൂയ മാറായ മധുരമാക്കി തീർക്കുവാൻ ആ കർത്താവിന് കഴിയും. ആ കർത്താവിന്റെ അടുക്കലോട്ടൊന്ന് പോകാൻ പറ്റുമോ? കർത്താവേ, പിറുപിറുക്കത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് കിടക്കുന്ന കയ്പിനെ മാറ്റുവാൻ നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്, കൂടെ ആളുണ്ട്, പക്ഷെ നന്നായിട്ടൊന്നും ഉതകുന്നില്ല. നന്നായിട്ടൊന്നും ഹല്ലേലൂയ പ്രയോജനപ്പെടുന്നില്ല. ഇന്ന് പകൽക്കാലം മക്കളുണ്ട്, പക്ഷെ കുടുംബത്തിന് പ്രയോജനപ്പെടുന്നില്ല. അനുഗ്രഹമുണ്ട്, പക്ഷെ നന്മയ്ക്കായി വരുന്നില്ല. ജോലിയുണ്ട്, പക്ഷെ ഒന്നും അനുഗ്രഹിക്കപ്പെടാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, കർത്താവ് എൻ്റെ മാറായ മധുരമാക്കി തീർക്കണം. ഒരു മനുഷ്യന് കഴിയത്തില്ല, പക്ഷെ കഴിയുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. കഴിയുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് മേഖലയ്ക്കകത്ത കയ്പുണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരമ്മ വന്ന് പറഞ്ഞ കാര്യമാ, മോനുണ്ട്, വാർദ്ധക്യത്തിൽ പ്രയോജനപ്പെടുമെന്ന് കരുതിയതാ, പക്ഷേ തന്നെ വിട്ട് ദൈവഹിതമല്ലാത്തൊരു ബന്ധത്തിനകത്ത് അകപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസവും ഒരു അമ്മ വന്ന് എൻ്റെ അടുക്കൽ പറഞ്ഞ വിഷയമാ, പ്രയോജനപ്പെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അമ്മ ഒന്ന് കരയുക, കണ്ണുനീരോടെ പറയുക, സിസ്റ്ററെ എനിക്ക് ഒറ്റ മോനേ ഉള്ളൂ, ഭർത്താവ് മരിച്ചുപോയി. ഹല്ലേലൂയ. എൻ്റെ വിഷയം ഇങ്ങനെയാ, വേറെ ഒരു മക്കളുമില്ല, അമ്മയ്ക്ക് ഒറ്റ മോനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ആൻറ്റി കരയണ്ട,
കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മുടെ എന്ത് കയ്പിൻ്റെ നടുവിലും നമ്മുടെ ജീവിതത്തെ മധുരമാക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആരൊക്കെ മാറി നിന്നാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, അതിൻ്റെ നടുവിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഒരു വൃക്ഷമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മുറിവ് ഉണക്കാൻ ആ വൃക്ഷം മതിയായതാ. നമ്മുടെ കയ്പ് മാറ്റുവാൻ ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് മതിയായതാ. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, കർത്താവേ, ലോകത്തിൽ എൻ്റെ ആശ്രയം ഞാൻ വെക്കില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്തുള്ള കയ്പ് മാറ്റാൻ അങ്ങ് മതിയായവൻ. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ മൂടിയേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, പലതും മുൻപിലുണ്ട്, പലരും കൂടെയുണ്ട്, പലതും ലഭിച്ചു, പക്ഷെ നന്മയ്ക്കായി വെളിപ്പെടുന്നില്ല. ലഭിച്ചതുപോലും കയ്പായി അനുഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം ഇറങ്ങണമേ. എല്ലാവരും ഹൃദയം തുറന്ന് കർത്താവിനോട്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് നിങ്ങൾ കയ്പ് അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവിനോട്, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു മാറായുണ്ട്. ഉണ്ടായിരുന്ന നന്മ നഷ്ടപ്പെട്ടു പോയവരാണോ നിങ്ങൾ? ഇന്ന് പകൽക്കാലം സ്വർഗം പറയും, കർത്താവ് മടക്കിത്തരും, മടക്കിത്തരും, മടക്കിത്തരും. നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. നഷ്ടമായി സന്തോഷത്തെ മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഉണ്ട്, പക്ഷെ അത് നന്മയാകുന്നില്ല. ഉണ്ട്, അതിൽ സന്തോഷിപ്പാൻ കഴിയുന്നില്ല. മക്കളുണ്ട്, ആമേൻ, നന്മയ്ക്കായി വെളിപ്പെടുന്നില്ല. റബലധേരകര സമ്പത്തുണ്ട്, സന്തോഷിപ്പാൻ കഴിയുന്നില്ല. ഉപജീവനത്തിന്റെ ആമേൻ വഴിയുണ്ട്, പക്ഷെ നന്മയ്ക്കായി വെളിപ്പെടുന്നില്ല. ഇന്ന് പകൽക്കാലം കയ്പുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവം അവർക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ആമേൻ വാതിലുകളെ, വഴികളെ നന്മയായി അനുഭവിക്കത്തക്കവണ്ണം സ്വർഗമേ അവരുടെ ജീവിതത്തിനകത്ത് കയ്പ് മാറി മധുരം വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ കൊമ്പ് അവരിൽ ക്രിയ ചെയ്യാൻ തുടങ്ങട്ടെ. ആ കൊമ്പ് ഇന്ന് പകൽക്കാലം എല്ലാവരും പറഞ്ഞേ, ജീവിതത്തിനകത്ത് കയ്പുണ്ടോ? പറയ കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്ന മകളാ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്ന മകനാ. ഈ കയ്പിനകത്തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് പുറത്തു വരണം. എൻ്റെ ജീവിതത്തിനകത്ത് കയ്പായി കിടക്കുന്ന വിഷയത്തിനകത്ത് തലമുറയുണ്ട്, ഭാവി കാണാൻ കഴിയുന്നില്ല, കുടുംബമുണ്ട്, സന്തോഷിപ്പാൻ കഴിയുന്നില്ല, ആഗ്രഹിക്കുന്നത് പോലെ കുടുംബത്തെ പണിയാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിനകത്ത് വന്നു കിടക്കുന്ന കയ്പിനെ മാറ്റുക, മാറായ മധുരമാക്കി തീർക്കുവാൻ. വചനം പറയുന്നു, മോശ അവൻ വൃക്ഷത്തിൽ നിന്ന് ഒരു കൊമ്പ് വെട്ടി വെള്ളത്തിന്മേൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. ഇന്ന് പകൽക്കാലം ആമേൻ കർത്താവിനെ സമീപിക്കുന്ന പറഞ്ഞ, കർത്താവേ, എന്റെ മാറാക്കുള്ള മരുന്നങ്ങ, എന്റെ കയ്പ് മാറാനുള്ള മരുന്നങ്ങ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ ഏൽപ്പിച്ചു തരിക. ജീവിതങ്ങൾ മാറാതെ കിടക്കുന്ന കയ്പുകൾ, ആമേൻ, ഹല്ലേലൂയ, മാറി മധുര്യം വരത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ചില കുടുംബങ്ങൾക്കകത്ത് ആമേൻ ഉറഞ്ഞു കിടക്കുന്ന കയ്പിന്റെ ഉറവുകൾ ഇന്ന് പകൽക്കാലം റിമൂവ് ആകട്ടെ. കയ്പിന്റെ കാരണങ്ങൾ ഇന്ന് പകൽക്കാലം റിമൂവ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. കയ്പിന്റെ ഉറവുകൾ മാറട്ടെ, കയ്പിന്റെ ഉറവുകൾ മാറട്ടെ, കയ്പിന്റെ ഉറവുകൾ മാറട്ടെ, അത് മധുരമായി തീരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ കർത്താവേ. അപ്പാ ഇതിനകത്ത് അങ്ങയുടെ സന്നിധിയിലായിരുന്ന കുടുംബങ്ങൾക്ക്
കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിൻ്റെ കരം ഞങ്ങൾക്കായി ചലിക്കണമേ. അവൻ ഓരോ കുടുംബങ്ങൾക്കായി ചലിക്കണമേ. കർത്താവേ, കുടുംബമുണ്ട്, മക്കളുണ്ട്, അവൻ പലതും നന്മയ്ക്കായി വെളിപ്പെടുന്നില്ല. സ്വർഗം പ്രവർത്തിച്ചാട്ടെ. വിവാഹം അവൻ ആഗ്രഹിച്ചു, അവൻ പ്രാർത്ഥിച്ചു, വിവാഹം കഴിഞ്ഞു, കുടുംബമുണ്ട്, പക്ഷെ കുടുംബജീവിതം നന്മയെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഈ ദിവസങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, ദൈവം ജോലി കൊടുത്തു, പക്ഷേ അത് നന്മയ്ക്കായി വെളിപ്പെടുന്നില്ല. സ്വർഗം ആ വിഷയത്തിനകത്ത് നന്മയ്ക്കായി പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ചു, അഡ്മിഷൻ ലഭിച്ചു, നല്ല രീതിയിൽ ഒരു ജയം കണ്ടെത്താൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവേ, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന സകല കയ്പുകൾ മാറട്ടെ, സകല കയ്പുകൾ മാറട്ടെ. കർത്താവേ, ജീവിതം മധുരമായി തീരട്ടെ. ദൈവം കൊടുക്കുന്ന ആമേൻ നന്മകൾ നന്മയ്ക്കായി അവർ അനുഭവിക്കട്ടെ. മഹത്വം ചലിക്കണം. മകളുടെ കരങ്ങളിലേക്ക് തരുന്നു. കൃപയിൽ അവിടെ നിന്ന് പൊതിയണം. പരിശുദ്ധാത്മാവെ അവിടെ നിന്ന് അത്ഭുതം ചെയ്യണമേ. തുടർന്നും കഥാവെ അങ്ങ് സംസാരിക്കണം, ഞങ്ങൾക്ക് ശ്രവിക്കട്ടെ. മഹത്വത്തിൻ്റെ മറവിൽ പൊതിയണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. കയ്പ് വരുമ്പോൾ തിരിച്ചറിഞ്ഞോണം, മധുരമാക്കാൻ ഒരുവൻ കൂടെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അറിയണം. അതിൽ നിന്നൊരു കൊമ്പ് വെട്ടി ആ മധുരമാക്കാൻ തക്കവണ്ണം നമ്മെ വെള്ളത്തിലേക്ക് ഇടണം. നമ്മുടെ ലൈഫിനകത്തേക്ക് അവൻ പരിവർത്തിക്കാൻ. നമ്മൾ രണ്ടും രണ്ട് ഭാഗത്തുനിന്ന്, കയ്പൊരു ഭാഗത്തുണ്ട്, അവൻ വിടുതലുള്ള വൃക്ഷം ഒരു ഭാഗത്തുണ്ട്. അതിനാൽ നടുവിൽ പറയുന്ന കഥയില്ല. ആമേൻ. ഞങ്ങൾ ആമേൻ കർത്താവിനെ ആ വിഷയത്തിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുക, അതിനെ ഉൾപ്പെടുത്തുകയാണ്. ആമേൻ. നന്മയ്ക്കാക്കി തീർക്കാൻ. എവിടാണോ കയ്പ് വരുന്നത് അവിടെ നന്മയ്ക്കായി അല്ലെങ്കിൽ മധുരമാക്കി തീർക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി വെളിപ്പെടും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിയണം, കയ്പാണ്. ആമേൻ. മധുരമാക്കേണ്ടിയവൻ അടുത്തുണ്ട്. തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ആമേൻ മരുന്നിനെ, നമ്മൾ ഈ മെഡിസിൻ പനിക്ക് പാരസെറ്റമോൾ വെച്ച് നോക്കിക്കൊണ്ടിരിക്കത്തില്ലല്ലോ. എന്ത് ചെയ്യും? ആമേൻ കഴിക്കും, അപ്പോഴാണ് സുഖാവുക. അതുപോലെ നമ്മുടെ കയ്പിൻ്റെ മേഖലയ്ക്കകത്ത് കർത്താവേ നന്മയുണ്ട്, വഴിയുണ്ട്. ചിലരുണ്ട് നല്ല ബിസിനസ്സിൻ്റെ സ്ഥാപനമൊക്കെ കാണും, നല്ല കടയൊക്കെ കാണും, നല്ല വരുമാനത്തിന് ആൾക്കാർ തോന്നും അപ്പോൾ ഭയങ്കര ആമേൻ ഭയങ്കര രീതിയിൽ അവർ ജീവിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അതിനകത്തുള്ള ആമേൻ ബാധ്യതയും അതിൻ്റെ പുറകിലുള്ള വിഷയങ്ങളൊക്കെ അവർക്കേ അറിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, ഒരു വിടുതലുണ്ട്, മധുരമാക്കുന്നവൻ കൂടെയുണ്ട്. പിറുവിറുക്കാനല്ല. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ പ്രവൃത്തി ഞങ്ങൾക്കായി വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ച്